ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ച റിയാക്റ്റിനെ തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് റിയാക്റ്റിലെ കമ്പോണൻസ് എന്നും വിവിധ തരത്തിലുള്ള കമ്പോണൻസുകൾ ഏതാണെന്നും എങ്ങനെ നമ്മുടെ ഒരു വെബ് പേജിലേക്ക് കമ്പോണൻറ്റ് ആഡ് ചെയ്യാം എന്നതിനെ കുറിച്ചുമാണ്. കമ്പോണൻറ്റ് നമുക്ക് റിയാക്റ്റ് രണ്ട് വിധത്തിലാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന് ക്ലാസ് കമ്പോണൻറ്റും അതേപോലെ മറ്റേതൊന്ന് ഫങ്ഷണൽ കമ്പോണൻറ്റും. അതേപോലെ തന്നെ ഈ റിയാക്റ്റിലേക്ക് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഈ കമ്പോണൻസുകൾ ആഡ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന കുറച്ച് എക്സ്റ്റൻഷനുകൾ ഏതൊക്കെയാണെന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ, അതായത് നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഫോൾഡർ സ്ട്രക്ചറുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു. ഇനി ഇതിൽ ആവശ്യമില്ലാത്ത കുറേ അഡീഷണൽ ആയിട്ടുള്ള കുറേ ഫയലുകളൊക്കെ നമുക്ക് ഈ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിതൊന്ന് ഒഴിവാക്കി ഈ പ്രോഗ്രാം ഒന്നുകൂടി ക്ലീൻ ചെയ്യാം. ആദ്യം തന്നെ ഈ app.jsൽ അഡീഷണൽ ആയിട്ട് വരുന്ന കുറച്ച് ഫയലുകളൊക്കെ ഉണ്ട്. അത് ഞാനിവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം വെച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടുന്ന് ഒഴിവാക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മളിവിടുന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വന്ന് ഈ ക്ലാസ് നെയിം എന്നുള്ള ഈ ഭാഗവും നമ്മളിവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഡിവ് മാത്രമാക്കി നമ്മളിവിടെ വെച്ചു. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ഉള്ളിൽ അഡീഷണൽ ആയിട്ട് വരുന്ന app.txt എന്നുള്ള ഫയൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. അതേപോലെ തന്നെ ഇവിടെ വന്ന് ഇമേജ് SVG, അതായത് നമുക്ക് ഈ വെബ് പേജിൻ്റെ ഉള്ളിൽ ഇവിടെ ഉണ്ടായിരുന്ന ആ ലോഗോ നമുക്കിവിടുന്ന് ഒഴിവാക്കി കളയാം. അതേപോലെ തന്നെ റിപ്പോർട്ട് വെബ് ഈ ഭാഗവും നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അതേപോലെ തന്നെ നമുക്കിവിടെ വന്ന് സെറ്റപ്പ് ടെക്സ്റ്റസ്.js എന്ന ഈ ഫയലും നമുക്കിവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അത് സെലക്ട് ചെയ്ത് അത് ഞാനിവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിലേക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ഇതിലുള്ളത് അതൊക്കെ ഒഴിവാക്കി നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഇവിടെ വെക്കാം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ app.js അതേപോലെ index.js ഒരിക്കലും ഡിലീറ്റ് ചെയ്യരുത്. നമ്മുടെ റിയാക്റ്റ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു ഫയലാണ് ഈ രണ്ട് ഫയലുകൾ, അതായത് ഈ app.jsഉം അതേപോലെ index.jsഉം. ഇതിനാവശ്യമായിട്ടുള്ള CSS ആണ് app.css അതേപോലെ index.css. അതെന്താണെന്ന് നമുക്ക് തുടർന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് എററുകൾ വരുന്നുണ്ട്. എററുകൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഫയലുകളൊക്കെ ഡിലീറ്റ് ചെയ്തത് കൊണ്ടാണ് നമുക്കിവിടെ ഈ എററുകളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ഫസ്റ്റ് app.jsൽ പോയതിന് ശേഷം ഈ ലോഗോ ഇമ്പോർട്ട് ചെയ്തത് നമുക്കിവിടുന്ന് ഒഴിവാക്കാം. അപ്പോൾ ഇത് ഇവിടുന്ന് ഒഴിവാക്കി ഒന്ന് സേവ് ചെയ്യുമ്പോൾ നമുക്കിതിൽ ഒരു എറർ ഇതുപോലെ ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറൊരു റിപ്പോർട്ട് വെബ് വിച്വൽസ് എന്നുള്ളൊരു ഭാഗം വരുന്നുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ ഇവിടെ വന്ന് പബ്ലിക്കിൽ പോയതിന് ശേഷം ഇൻഡെക്സിൽ പോയതിന് ശേഷം നമുക്കിവിടെ ഈ ഭാഗം ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗവും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒഴിവാക്കി ഇതിൻ്റെ ഉള്ളത്തെ എററൊക്കെ നമുക്കിവിടുന്ന് കളയാം. ഈ ഭാഗവും നമുക്കിവിടുന്ന് വേണ്ട. അപ്പോൾ ഈ ഭാഗവും നമ്മളിവിടുന്ന് ഒഴിവാക്കി ഇതിൻ്റെ ഉള്ളത്തെ എല്ലാ എററും നമുക്ക് ഒഴിവാക്കി പ്രോഗ്രാം ഇപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു റിയാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ വെബ് ആപ്ലിക്കേഷനാണ്. അതായത് ഇതിലേക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം നമ്മൾ ഓരോ കമ്പോണൻസ് ആയിട്ട് ചേർത്ത് കൊടുത്ത് ആ കമ്പോണൻസ് ആണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് റെൻഡർ ചെയ്യുന്നതും അതിലുള്ള വിവരങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നതും. അതായത് പേജ് ഒരിക്കലും മുഴുവനായിട്ട് ലോഡ് ചെയ്ത് വരുന്നില്ല. നമുക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഭാഗം റെൻഡർ ചെയ്ത് അല്ലെങ്കിൽ റീലോഡ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ റീലോഡ് ചെയ്യുന്ന ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് ഒരു ESRC എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ വേറൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കമ്പോണൻറ്റ്സ് എന്ന പേരിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവിടെ തന്നെ നിങ്ങൾക്ക് കമ്പോണൻറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളൊന്നുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ESRC എന്നതിൻ്റെ ഉള്ളിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഫോൾഡറിൻ്റെ പേര് കോമൺ ആയിട്ട് എല്ലാവരും കൊടുക്കുന്ന ഒരു പേരിൻ്റെ നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക, കമ്പോണൻറ്റ്സ് എന്ന് ചേർത്ത് കൊടുക്കുക. എന്ത് പേര് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കമ്പോണൻറ്റ്സ് എന്ന പേരിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ കമ്പോണൻറ്റ്സ് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ആ ഫയലിൻ്റെ പേര് test.js എന്ന് ചേർത്ത് കൊടുത്തു. ഇതൊരു കമ്പോണൻറ്റ്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ T എന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം വരേണ്ടത്. അതായത് കമ്പോണൻറ്റ്സ് നമ്മളൊരു പേര് കൊടുക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അക്ഷരം എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ വരാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ ഒരു ക്ലാസ് കമ്പോണൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് ഇമ്പോർട്ട് എന്ന് ചേർത്തതിന് ശേഷം
നമുക്കിവിടെ വന്ന് റിയാക്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലൊരു കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ ഒരു കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് കമ്പോണൻ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. കമ്പോണൻ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ഒരു കോമ ഇട്ട് കൊടുക്കണം. ഈ റിയാക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ക്ലാസ് കമ്പോണൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളിവിടെ ഹെഡർ ഫയലിൽ ഈ രൂപത്തിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മളിവിടെ വന്ന് എക്സ്പോർട്ട് എന്ന് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ക്ലാസ് എന്ന് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് പേരിലാണോ നമുക്ക് ക്ലാസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ക്ലാസ്സിൻ്റെ പേര് മിക്കവാറും നമ്മുടെ ഈ ഫയലിൻ്റെ പേരെന്താണോ അതായിരിക്കും നമ്മളെ ക്ലാസ്സിൻ്റെ പേര്. എന്നിട്ട് ഇവിടെ വന്ന് എക്സ്റ്റെൻഡ് ഉപയോഗിക്കുക. എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടെസ്റ്റ് എന്നുള്ള ക്ലാസ്സിലേക്ക് കമ്പോണൻ്റ് എന്ന ക്ലാസ്സിൽ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇൻഹെറിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വരുന്ന ഒരു കൺസെപ്റ്റാണ് എക്സ്റ്റെൻഡ്. അതായത് ഈ കമ്പോണൻ്റ് എന്ന ക്ലാസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, ടെസ്റ്റ് എന്നുള്ള ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് ആ കമ്പോണൻ്റ് എന്ന ക്ലാസ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, അത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒരു കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് റെൻഡർ. അതിനുശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മളിവിടെ വന്ന് ഒരു കേളി ബ്രേസസ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്ത് മെസ്സേജാണോ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ജസ്റ്റ് ഹലോ വേൾഡ് എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റിട്ടേൺ എന്നുള്ളതിൻ്റെ ഉള്ളിൽ ഡിവ് എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബാക്കി ഫയലുകളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ റിട്ടേണിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിലും അതൊക്കെ ഒരു സിംഗിൾ ടാഗിൻ്റെ ഉള്ളിലായിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിട്ടേൺ എന്നതിനെ അർത്ഥമാക്കുന്നത് തന്നെ നമുക്ക് ഒരു ഫംഗ്ഷനിൽ നിന്നും മറ്റൊരു ഫംഗ്ഷനിലേക്ക് ഒരു വാല്യൂ മാത്രം സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിട്ടേൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വന്ന് ഈ ഡിവ് എന്നുള്ള ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള ഡാറ്റകളാക്കി ഈ ഡിവ് എന്നുള്ള ക്ലാസ്സാണ് ഇതെന്ന് ഡിവ് എന്നില്ല എലമെൻ്റാണ് ഇതെന്ന് എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ഉള്ളിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി എലമെൻറ്റ് കൊടുത്തില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതുപോലൊരു ടാഗ് എങ്കിലും ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ എറർ ആയിരിക്കും വരിക. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഈ അലോ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ പുറത്തായിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ എറർ ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഒരു എലമെൻറ്റിൻ്റെ ഉള്ളിൽ മറ്റൊരു എലമെൻ്റായിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നൊരു ഡിവ് ചേർത്ത് കൊടുത്തു. ഓക്കെ, ആ ഡിവ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്ലാസ് കമ്പോണൻറ്റിൽ ജസ്റ്റ് എന്താണ് വരുന്നത്, ജസ്റ്റ് ഹലോ വേൾഡ് എന്നൊരു മെസ്സേജാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം അറ്റ് ലാസ്റ്റ് നമ്മളിവിടെ വന്ന് എക്സ്പോർട്ട്, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ എക്സ്പോർട്ട് എന്ന് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുക, ഡിഫാൾട്ട്, അതിനുശേഷം നമ്മുടെ ക്ലാസ്സിൻ്റെ പേരെന്താണോ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ് കമ്പോണൻറ്റിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മളെ മെയിൻ കമ്പോണൻ്റായ app.js എങ്ങനെ നമുക്കിത് കോൾ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, app.js പോവുക. എന്നിട്ട് ഇവിടെ വന്ന് ഏറ്റവും മുകളിലായിട്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇമ്പോർട്ട്. എന്നിട്ട് നമുക്ക് സ്ക്രീനിൽ എന്ത് മെസ്സേജാണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് അത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ഫ്രം, എന്നിട്ട് ഒരു സിംഗിൾ കൊട്ടേഷനുള്ളിൽ ആദ്യം ഡോട്ട് ഇടുക, അതായത് റൂട്ട് ഡയറക്ടറിയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഒരു സ്ലാഷ് ഇടുക. എന്നിട്ട് ഏത് ഫോൾഡറിലുള്ള ഏത് കമ്പോണൻറ്റിനെയാണോ നമ്മുടെ ഇവിടേക്കിട്ട് കോൾ ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ചേർത്തു. ഇപ്പോൾ ഇമ്പോർട്ട് ടെസ്റ്റ് എന്നുള്ള ആ കമ്പോണൻറ്റിനെ നമ്മൾ എന്ത് ചെയ്തു, കമ്പോണൻറ്റ്സ് എന്ന ഫോൾഡറിൻ്റെ ഉള്ളിലെ ടെക്സ്റ്റിനെ നമ്മളിവിടെ വെച്ച് കോൾ ചെയ്തെടുത്തു. ഇവിടെ ഒരിക്കലും .css അല്ലെങ്കിൽ .js കൊടുക്കേണ്ട നിർബന്ധമില്ല. ഇനി നമുക്കിതിനെ വെബ് പേജിലേക്ക് റീഡ് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ റൺ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ആ കമ്പോണൻ്റെ പേര് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രീനിൽ ഓക്കെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് മിസ്റ്റേക്ക് വന്നതെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ വന്ന് text.js. ഓക്കെ, കമ്പോണൻറ്റ്സ്
ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തത് അതേ രൂപത്തിലല്ല വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ എഴുതിയതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ app.js നമ്മൾ കറക്റ്റ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതന്നെ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇത് കറക്റ്റായിട്ട് ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. അത് ഞാനിവിടെ വന്ന് ക്ലിയർ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് സ്ക്രീനിൽ ജസ്റ്റ് നമ്മളവിടെ കൊടുത്ത ആ കമ്പോണൻറ്റിൻ്റെ ഉള്ളിലെ ഡാറ്റാസ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഇതിലിപ്പോൾ ഒരു മെസ്സേജാണ് നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്തത്. ഇനി ഈ കമ്പോണൻറ്റിനെ നമുക്ക് എത്ര തവണ വേണമെന്നുണ്ടെങ്കിലും കോഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ ഒരു വട്ടം കൊടുത്തതിന് പകരം നമ്മൾ ഒന്നിൽ കൂടുതൽ തവണ ഇവിടെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത്രയും തവണ എന്ത് ചെയ്യും, ഇതിനെ നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. എത്ര തവണയാണോ വേണ്ടത് അത്രയും തവണ നമുക്ക് എന്ത് ചെയ്യും, ആ മെസ്സേജ് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഈ രൂപത്തിലൊരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്ര തവണ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ രൂപത്തിൽ റീയൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു ക്ലാസ് കമ്പോണൻ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അതിനെങ്ങനെ നമ്മുടെ മെയിൻ കമ്പോണൻ്റായ app.jsൽ എങ്ങനെ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ് ആദ്യം തന്നെ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തതായിട്ട് എങ്ങനെ ഒരു ഫങ്ഷണൽ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ നോക്കാം. അപ്പോൾ ഫങ്ഷണൽ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ വീണ്ടും ടെസ്റ്റ്.jsലേക്ക് പോകുന്നുണ്ട്. ആദ്യം നമ്മളിവിടെ ചെയ്തതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ക്ലിയർ ചെയ്ത് ഒഴിവാക്കുന്നു. ഇനി ഫങ്ഷൻ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഫങ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് എന്താണോ നമ്മുടെ ഫങ്ഷൻ്റെ പേര് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിതുപോലെ ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി ഇവിടെ വന്ന് കേളി ബ്രേസസ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ രൂപത്തിൽ നമുക്ക് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് എക്സ്പോർട്ട് അതിനുശേഷം ഡിഫാൾട്ട് ടെസ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ ഫങ്ഷണൽ കമ്പോണൻറ്റ് ഇവിടെ വന്ന് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഫങ്ഷണൽ കമ്പോണൻ്റാണ് നമ്മൾ ഇനി തുടർന്ന് വരുന്ന എല്ലാ ക്ലാസ്സുകളിലും ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി സിമ്പിളായിട്ടും എളുപ്പത്തിലും ഉപയോഗിക്കാവുന്ന, ക്ലാസ് കമ്പോണൻറ്റ്സിനെ അപേക്ഷിച്ച് ഒന്നുകൂടി എളുപ്പത്തിൽ യൂസ് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഫങ്ഷണൽ കമ്പോണൻറ്റ്. അപ്പോൾ ഇനി തുടർന്ന് വരുന്ന വീഡിയോസിൽ അല്ലെങ്കിൽ തുടർന്ന് വരുന്ന ക്ലാസ്സിലൊക്കെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫങ്ഷണൽ കമ്പോണൻറ്റിനെ കുറിച്ചാണ്. എന്നാൽ നിങ്ങൾക്ക് ക്ലാസ് കമ്പോണൻറ്റ് എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ വേറെ ഏതെങ്കിലും വീഡിയോസ് റെഫർ ചെയ്യുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ ക്ലാസ് കമ്പോണൻറ്റിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടും എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് കമ്പോണൻസിനെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇനി അടുത്തത് നമുക്കിവിടെ ഈ കോഡ് ടൈപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ ഈ ഫങ്ഷണൽ കമ്പോണൻറ്റോ അല്ലെങ്കിൽ ക്ലാസ് കമ്പോണൻറ്റോ നമ്മുടെ വെബ് ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ റിയാക്ട് വെബ് ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുക എന്നതിനെക്കുറിച്ചാണ് അടുത്തതായി പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഒരു അഡീഷണലായിട്ട് ഒരു എക്സ്റ്റൻഷന് ആഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇവിടെ വന്ന് ഈ എക്സ്റ്റൻഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ വന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. ES7 എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ES7 എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ES7 എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു എക്സ്റ്റൻഷൻ ഇവിടെ വന്ന് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് റിയാക്ട്, റെഡക്സ്, അതേപോലെ റിയാക്ട് നേറ്റീവ് ഇതിനൊക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരു എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, നിങ്ങളുടെ ബ്രൗസറിൽ നിങ്ങളുടെ ടെക്സ്റ്റ് എഡിറ്ററിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപയോഗം എന്താണെന്നും ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ക്ലാസ് കമ്പോണൻറ്റും ഫങ്ഷണൽ കമ്പോണൻറ്റും ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ആൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ക്ലാസ് കമ്പോണൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ക്ലാസ് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് RCE എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതേ പേരിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ, അതായത് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതേ ഡാറ്റകളൊക്കെ ഉൾപ്പെടുത്തി ഇവിടെ ഒരു ക്ലാസ് കമ്പോണൻറ്റ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇനി ഇതേ രൂപത്തിൽ തന്നെ ഒരു ഫങ്ഷണൽ കമ്പോണൻ്റ് ആണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ജസ്റ്റ് RFCE എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. RFCE എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ നമുക്കിതുപോലെ ഒരു ഫങ്ഷൻ
ആപ്ലിക്കേഷൻ കമ്പോണൻറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഒരു കമ്പോണൻറ്റ് എന്താണെന്നും ഒരു റിയാക്ട് ആപ്ലിക്കേഷനിൽ കമ്പോണൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അപ്പോൾ ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്താൽ അതിനെ എങ്ങനെ നമ്മളെ വെബ് ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.